ഇന്ന് അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വയനാട് വരെ ഒരു യാത്ര. എൻ്റെ കോളേജ് മേറ്റിന്റെ കല്യാണമാണ്. പോകുന്നത് കല്യാണത്തിനല്ലെങ്കിലും ബ്രൈഡ് ടു ബി, മധുരം വെപ്പ്, മനസ്സമ്മതം, അങ്ങനെ 3 ഫംഗ്ഷൻസ് ഉണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്കധികം ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഒന്നുമില്ല. കോളേജിലാണെങ്കിൽ തന്നെയും ആകെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട് റോസ്മിനാണ്. ആളുടെ കല്യാണത്തിനാണ് ഇപ്പോൾ ഈ പോകുന്നത്. പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ അത്ര വലിയ കട്ട ഫ്രണ്ട്സ് ഒന്നും അല്ലായിരുന്നെങ്കിലും കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആളായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കമ്പനി ആയി തുടങ്ങി. ബസ് യാത്ര അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ പോകുന്നത് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് വയനാട് വരെ ഒരു ലോങ് യാത്ര ബസ്സിൽ തന്നെയാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചതും ട്യൂഷൻ ക്ലാസ്സും ഡാൻസ് ക്ലാസ്സും എല്ലാം ഒരു കിലോമീറ്റർ സർക്കിളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ബസ്സിൽ എവിടെയും പോകേണ്ടതോ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷനൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെയും വന്നത് ഒരു +1 +2 ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മോർക്കാലിലേക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ അമ്പലമേടിന്ന് പള്ളിക്കര വരെ ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്യണം, അതും ഒരു 15 മിനിറ്റ്. അതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്ത ഏക ബസ് യാത്ര. പിന്നെ കോളേജിലെത്തിയപ്പോഴാണെങ്കിലും പേയിങ് ഗസ്റ്റ് ആയിട്ട് നിന്നും ഹോസ്റ്റലിലൊക്കെ നിന്നും കൂടുതലും അവിടെ നിന്ന് തന്നെയാണ് പഠിച്ചത്. പിന്നെ 2 വീലറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നതുകൊണ്ടും അപ്പോഴും അധികം ബസ് യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനുണ്ട്, ഇന്നത്തെ യാത്ര കൊള്ളാവോ, നാളത്തെ ഫംഗ്ഷൻ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള നല്ല ടെൻഷനിലാണ് ഈ ഒതുക്കിപ്പറക്കൽ. അതുകൂടാതെ RRBയുടെ പാരാമെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുക. 3 ആഴ്ച മുന്നേ അപ്ലൈ ചെയ്ത നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഓക്കെ ആയെന്നും പറഞ്ഞ് ഈ മെസ്സേജ് വന്നത് ഇന്ന് രാവിലെയാണ്. സോ ഇതിൻ്റെ ഇടയിൽ അതും പോയി റെഡി ആക്കിയിട്ട് വേണം പോവാൻ. എനിക്കറിയില്ല എന്തൊക്കെയാ അത്യാവശ്യം പാക്ക് ചെയ്യണമെന്ന്. ഞാനിതുവരെ അത്ര വലിയ യാത്രയ്ക്ക് വേണ്ടിയിട്ടൊന്നും ബാഗ് പാക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എത്ര ഡ്രസ്സ് വേണം, എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നൊക്കെ നോക്കി അതനുസരിച്ചാണ് ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്നത്. മെയിനായിട്ട് വേണ്ടത് അത്യാവശ്യമായിട്ട് എൻ്റെ മരുന്നും തലവേനയുടെ തലവേനയുടെ മരുന്ന്, സൈനസൈറ്റിസിൻ്റെ, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. അങ്ങനെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളും സോപ്പും ചീപ്പും കണ്ണാടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ആവും. ഇത് പാക്ക് ചെയ്ത് ഞാൻ നേരെ RRBയുടെ രജിസ്റ്റർ ചെയ്യാൻ പോയി. പിന്നെ നേരെ വന്ന് റെഡിയായി കുളിച്ച് റെഡി ആയപ്പോഴത്തേക്കും പോവാനുള്ള സമയമായി. നല്ല തിരക്കും നല്ല ട്രാഫിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അമ്മ SN ജംഗ്ഷൻ വരെ 2 വീലറിലാക്കി തരാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ മെട്രോയ്ക്ക് എടപ്പള്ളി ചെന്ന് ഇറങ്ങിയാൽ മതിയല്ലോ. എടപ്പള്ളി എത്തിയതും നേരെ പോയി അൽക്കലേജിൽ നിന്ന് ഒരു ക്വാർട്ടർ മന്തി കഴിച്ചു. പിന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ബസ് വന്ന് നേരെ ബസ്സിൽ കയറി. ലാസ്റ്റ് സീറ്റ് കിട്ടിയതുകൊണ്ട് ഫ്രണ്ടിലുള്ള എല്ലാവരെയും വ്യക്തമായി കണ്ട് ഉറങ്ങി. 6:30 ആയപ്പോഴത്തേക്കും പുൽപ്പള്ളി എത്തി. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നേരെ വനമൂലികയിലേക്ക്. ബാഗൊക്കെ റൂമിൽ വെച്ച് ഞങ്ങൾ നേരെ വനമൂലിക എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ഓർഗാനിക് പ്രൊഡക്ട്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് അത് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗാനിക് ഫാമാണ് വനമൂലിക. ഫാം കം ഫാക്ടറിയാണ് വനമൂലിക എന്ന് വേണമെങ്കിൽ പറയാം. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു വനമൂലികയിൽ. ഈ എറണാകുളത്തിൻ്റെ തിക്കും തിരക്കിൽ നിന്ന് വയനാടിൻ്റെ ഈ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോയപ്പോഴത്തേക്കും മൈൻഡ് ഭയങ്കര കാമായി. ഈ നിൽക്കുന്ന കുറ്റിച്ചെടിയില്ലേ, ഈ വെട്ടി അവർ പാകത്തിന് നിർത്തിയ അതിന് വരെ ഒരു ഹേർബിൻ്റെ മണമാണ്, ഒരു യുക്കാലിയുടെയൊക്കെ സ്മെല്ല്. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ചെറിയൊരു ഉറക്കത്തിലേക്ക് പോയി. അതിനു മുമ്പ് നല്ല അടിപൊളി ചായയും കാപ്പിയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും രാഖിയും വൈകുന്നേരത്തെ ഡാൻസിൻ്റെ കുറച്ച് സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു. സ്റ്റെപ്പ് പ്രാക്ടീസ് അല്ല, റെഡിയാക്കാനുണ്ടായിരുന്നു. അത് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങി. ബാക്കി എല്ലാവരും ചെറിയൊരു ഉറക്കത്തിലാണ്. അപ്പം ഞങ്ങളൊന്ന് സെറ്റാക്കിയിട്ട് അവരെ എണീപ്പിച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ കൂലങ്കക്ഷമായ യൂട്യൂബ് സെർച്ചിനും റെഫറൻസിനും ഡിസ്കഷനും ഒക്കെ ശേഷം ഞങ്ങൾ ഏകദേശം ഡാൻസിൻ്റെ സ്റ്റെപ്സൊക്കെ ഫിക്സ് ചെയ്തു. എന്നേക്കാളും കൂടുതൽ എല്ലാം കോർഡിനേറ്റ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും താല്പര്യം ഉണ്ടായിരുന്നത് രാഗിക്കായിരുന്നു. സോ ആ ഒരു എനർജിയിൽ ഞാനും കൂടെ നിന്ന് അങ്ങ് സെറ്റായി. ഗോ ബാച്ച്മേറ്റ് ആയിരുന്നെങ്കിലും ഞങ്ങൾ അധികം സംസാരിച്ചിട്ടോ കൂട്ടുകൂടിയിട്ടോ ഒന്നുമില്ല. ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരു 5 തവണയെങ്കിലും ചിലപ്പോൾ ഞാൻ ആളോട് മിണ്ടിക്കാണും. എന്നാലും ഒരുപാട് നാളത്തെ കമ്പനി ഉള്ള പോലെയായിരുന്നു രാഗി ട്രീറ്റ് ചെയ്തിരുന്നത്. സോ വൈബ് പെട്ടെന്ന് അങ്ങ് സെറ്റായി. ഡാൻസ് ഒരുവിധം സെറ്റായപ്പോഴേക്കും പൗർണമിയും ഹസ്ബൻഡും അവരുടെ കുഞ്ഞു വാവയും കൂടെ വന്നു. പിന്നെ അവരും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഈ തവിടുള്ള അരി, അതേപോലെ അവർ തന്നെ ഫാമിൽ പിടിക്കുന്ന ഫിഷ്, അടിപൊളി എല്ലാ സാധനങ്ങളും വളരെ ഓർഗാനിക്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ലഞ്ച് ഞങ്ങൾക്ക് അവർ സെർവ് ചെയ്തു. അതിൻ്റെ ഓണറും നമ്മുടെ കൂടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും കാണിച്ചു തന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകണം, അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു.
ആളും റെഡി ആയിരുന്നു. പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ലഞ്ചൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരുമായിട്ട് പ്രാക്ടീസ് വീണ്ടും തുടങ്ങി. കാരണം ഇന്ന് വൈകുന്നേരമാണ് ഈ കളിക്കണ കളി കണ്ടറിഞ്ഞൂടെ ഞങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടിരിക്കുകയെന്ന്. അതുകൊണ്ട് ഒട്ടും ടെൻഷൻ ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരുവിധം എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് പ്രാക്ടീസൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ പിന്നെ പോയി ഫ്രഷായി റെഡിയായി വന്നു. ബ്രൈഡ് ടു ബി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് വേണം മധുരം വെപ്പിന് പോകാൻ. ബ്രൈഡ് ടു ബിക്ക് എല്ലാവരും ചെറിയൊരു ബ്ലാക്ക് ഉള്ള ഒരു തീമൊക്കെയാണ് സെറ്റ് ചെയ്തിരുന്നത്. ബ്രൈഡ് ടു ബി ഒക്കെ കഴിഞ്ഞു പോയി. പിന്നെ തിരിച്ച് മധുരം വെപ്പിന് വന്നിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി കയറാൻ നിൽക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചത് കൊണ്ടും ഒടുക്കത്തെ കോൺഫിഡൻസ് ആയതുകൊണ്ടും പേടിച്ച് തപ്പിയും തടഞ്ഞൊക്കെയാണ് സ്റ്റേജിലേക്ക് ഞങ്ങൾ കയറിയത്. ആദ്യം തന്നെ ഞങ്ങൾ ജാമ്യം എടുത്തു. എന്നിട്ടും ഞങ്ങളെ ഏറ്റവും അതിശയിപ്പിച്ചത് അവർ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടായിരുന്നു. കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ അത്രയ്ക്ക് വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് തുടങ്ങി. ഞങ്ങൾ മാറി മാറി തെറ്റിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഡാൻസ് പുരോഗമിക്കും തോറും ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട് കൂടി കൂടി വന്നുകൊണ്ടിരുന്നു. പുതിയ പുതിയ സ്റ്റെപ്പ് ബാക്ക് സ്റ്റേജിൽ നിന്ന് പറഞ്ഞു തരാനും ഫ്രണ്ട് സ്റ്റേജിൽ നിന്ന് പറഞ്ഞു തരാനും ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. അത് തന്നെ ഞങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഡാൻസ് ഒന്നും അല്ലായിരുന്നെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അത് കണ്ടവർക്ക് എല്ലാവർക്കും ചിരി തോന്നുന്ന ഒരു മെമ്മറി ആയിരിക്കും ഇത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ ഡാൻസിന്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിലാണ്. ആ കല്യാണത്തിന് വന്ന ആരും ഞങ്ങൾ ഇനി ഒരിക്കലും മറക്കില്ല. പിള്ളേരൊക്കെ ചുമ്മാ വേറെ ലെവൽ. ഡാൻസ് വെറും ഒരു തുടക്കമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രായമായവരും ആ ഒരു ഫംഗ്ഷൻ. ഞാൻ ആദ്യമായിട്ടാണ് മധുരം വെപ്പ് കൂടുന്നെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി അടിപൊളി ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ പള്ളിയിലെ മനസ്സുമതവും കൂടി അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വനമൂലികേനോടും വയനാടിനോടും ടാറ്റ പറഞ്ഞ് ഇറങ്ങി.